യെസ്, വരൂ, ഇരിക്കൂ. ഈശ്വരനാണ് ഇന്ന് അനന്തുവിനെ എന്റെ മുമ്പിൽ എത്തിച്ചത്. എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടാൻ വെമ്പുന്ന മനസ്സുമായി ഓടി വന്ന ഞാൻ നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ തീരുമാനം മറ്റൊന്നാകുമായിരുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതണം. ലോകം ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഗായത്രിയെക്കുറിച്ച്. മാഡം, എനിക്കൊരാളുടെ കപടമുഖം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടാനുണ്ട്. മറ്റാരുടേതുമല്ല, എന്റെ തന്നെ. പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി. നോ, മിസ്സിസ് ഗായത്രി സുദേവൻ. ലോകം എന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വിവാഹിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായി കഴിഞ്ഞിരുന്നു. സമ്പന്നമായൊരു കോവിലകത്താണ് ഞാൻ ജനിച്ചത്. ഇഷ്ടപ്പെട്ട അന്യജാതിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ കോവിലകത്തിന്റെ വാതിലുകൾ എന്റെ നേർക്ക് കൊട്ടിയടച്ചു. വെറുമൊരു ഫാക്ടറി തൊഴിലാളിയാകേണ്ടി വന്ന ഭർത്താവ് രോഗിയായി തളർന്നു വീണപ്പോ അദ്ദേഹത്തിനും 3 വയസ്സുള്ള കുഞ്ഞിനും വേണ്ടി പണ്ടണിഞ്ഞിരുന്ന കാൽച്ചിലങ്കകൾ വീണ്ടും എടുത്തണിഞ്ഞു. നൃത്തപരിപാടികളിൽ നിന്നുള്ള വരുമാനം മാത്രമായി ആശ്രയം. അതിനിടയിൽ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള സംശയങ്ങൾ വളരുകയായിരുന്നു. അദ്ദേഹത്തിന് ചിലവേറിയ ഒരു ഓപ്പറേഷൻ വേണ്ടിയിരുന്നു. പണം സ്വരൂപിക്കുവാൻ വേണ്ടി ഒരു സ്വകാര്യ നൃത്തപരിപാടി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ കാണേണ്ടി വന്നത് ആ മൃതശരീരമായിരുന്നു. സ്വാഭാവിക മരണമല്ല, ആത്മഹത്യ. എന്നെ തോൽപ്പിക്കാൻ. പക്ഷെ ഗായത്രി തോറ്റില്ല. എന്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണമായിരുന്നു. എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നൃത്തകലയെ സ്നേഹിക്കുന്ന ഒരു കോടീശ്വരൻ. അയാൾ എന്നെ പത്മശ്രീ ഡോക്ടർ മിസ് ഗായത്രി ദേവിയാക്കി. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില. ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അയാൾ എന്നെ പല ഉന്നതന്മാർക്കും കാഴ്ചവെച്ചു. അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. എന്റെ മോൾക്ക് വേണ്ടി 10 മുഖങ്ങളും 10,000 കൈകളുമുള്ള ആ മനുഷ്യന്റെ ഞാൻ അറിയുന്ന പേര് റാംജി എന്നായിരുന്നു. റാംജി? അതെ അനന്തു, എന്റെ ജീവിതം തുറന്നു കാട്ടുന്നതിലൂടെ എനിക്ക് ആ മനുഷ്യന്റെ മുഖംമൂടിയാണ് പിച്ചി ചീന്തേണ്ടത്. പറയൂ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവുമോ? ഇറ്റ് ഡിപ്പെൻഡ്സ്. റാംജി അയാൾ ആരും ആകട്ടെ, വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു ക്യാരക്ടർ അസാസിനേഷന് നിങ്ങൾ എന്നെ ഒരു ഉപകരണമാക്കുകയല്ലെന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കും? സ്റ്റോപ്പ് ഇറ്റ്. ഉപകരണമാക്കുകയോ? ഒരായുസ് മുഴുവൻ അയാളുടെ കയ്യിൽ ഒരു ഉപകരണമായി എല്ലാം ഹോമിച്ചവളാണ് ഞാൻ. ഐ ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. സോറി, ഞാനൊരല്പം ക്ഷോഭിച്ചു പോയി. ശരിയാണ്, അനന്ത് ചോദിച്ച ചോദ്യം ന്യായമാണ്. ഐ ഓവ് യു ആൻ ആൻസർ. അത് പറയാൻ എനിക്കൊരല്പം മനക്കരുത്ത് വേണം. ഡു യു ടേക്ക് ഡ്രിങ്ക്സ്? ഇല്ല. ബട്ട് ഐ നീഡ് വൺ വിത്ത് യുവർ പെർമിഷൻ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള പത്മശ്രീ ഡോക്ടർ ഗായത്രി ദേവി മദ്യപിക്കുമായിരുന്നില്ല, ഇല്ലേ?
എല്ലാം ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. ഒന്നു മാത്രമേ ആശിച്ചുള്ളൂ, എന്റെ കറുത്ത കഥകളൊന്നും അറിയാതെ ഇന്ദുമോൾ വളരണേന്ന്. ദൂരെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഞാൻ അവളെ ബോർഡിങ്ങിലാക്കി. എന്റെ മോള് മിടുക്കിയായിരുന്നു. 2 ആഴ്ച മുൻപ് എനിക്കൊരു ടെലിഗ്രാം കിട്ടി. കൂട്ടുകാരികളോടൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ എന്റെ ഇന്ദുമോൾ മരിച്ചു. ആശിക്കാൻ മാത്രമായിരുന്നു വിധി. ഞാൻ എന്നെ തന്നെ ശപിച്ചു. ബോംബെയിൽ തിരിച്ചെത്തിയതിൽ പിന്നെയാണ് എനിക്ക് കത്ത് കിട്ടിയത്. എന്റെ ഇന്ദുമോൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായി എനിക്ക് എഴുതിയ കത്ത്. എന്നെ നശിപ്പിച്ച, എന്റെ ജീവിതം ചവിട്ടി മെതിച്ച ആ മനുഷ്യൻ തന്നെ അവളെയും എന്റെ ഇന്ദുമോൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇനി പറയൂ, അയാളോട് പ്രതികാരം ചെയ്യേണ്ടത് എന്റെ കടമയല്ലേ? മാഡം പറയുന്നത് ചിലപ്പോൾ ക്രൂരമായിരിക്കാം, എങ്കിലും സമൂഹത്തിൽ സർവ്വസാധാരണമായ ഒരു ദുരന്ത കഥ എന്നതിനപ്പുറം ഒരു പത്രപ്രവർത്തകന്റെ താല്പര്യമുണർത്താൻ പോകുന്ന സാമൂഹ്യ പ്രസക്തി ഇതിലെന്താണുള്ളത്? രാംജി പിന്നീട് പലതുമായി. ആ വളർച്ചയിൽ ഞാൻ അയാൾക്ക് വിലപിടിപ്പുള്ള ഉപകരണമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഉറക്കറ പങ്കിട്ട് അയാളുടെ ഇംഗിതത്തിന് എന്തും അടിയറ വയ്ക്കാൻ തയ്യാറായവരെ കുറിച്ചുകൂടി നിങ്ങൾ അറിയണം. മന്ത്രിമാർ, എംപിമാർ, MLA മാർ, IAS ഓഫീസേഴ്സ്. അയാളുടെ താളത്തിന് തുള്ളി ആ കോമരങ്ങളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ വായനക്കാരി ഞെട്ടും. Now tell me, ഇത് മതിയോ നിങ്ങളുടെ ജേർണലിസ്റ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ? My God. മദ്യത്തിന്റെ ലഹരിയിൽ അവരറിയാതെ ഈ നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയത് രാംജിയുടെ ദീർഘവീക്ഷണത്തിന്റെ മിടുക്ക്. അവയുടെ കോപ്പി കൈവശം സൂക്ഷിച്ചത് എന്റെയും. കീപ് ദം വിത്ത് യു. എന്റെ കൈവശം ഇവയൊന്നും ഇനി സുരക്ഷിതമല്ല. ഐ നീഡ് യുവർ ഹെൽപ്പ് അൻപു. എനിക്കൊരു 1/2 മണിക്കൂർ സമയം തരണം. താഴത്തെ ആ ഫംഗ്ഷൻ ഒന്ന് കവർ ചെയ്തുകൊണ്ട് വരുത്തി ഞാൻ തിരിച്ചു വരാം. എനിക്കിനി ഒരുപാട് പറയാനുണ്ട്. എല്ലാം എനിക്ക് വിശദമായി കുറിച്ചെടുക്കണം. ധൈര്യമായിരിക്കും. ഈ പൊയ്മുഖങ്ങളെ വലിച്ചു ചീന്താൻ ഞാനും ഉണ്ട് കൂടെ. ഉടനെ വരാം ഞാൻ, അറ്റ് ദി ഏർലിയസ്റ്റ്. അനന്തു, കം ബാക്ക് ആസ് സൂൺ ആസ് യു ക്യാൻ. അതുവരെ 2 പേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിനു വേണ്ടി. രാംജിയുടെ രീതികൾ എനിക്കറിയാം. ഈ ചുമരുകൾക്ക് പോലും കാതുകളുണ്ടാവും. ഒന്നും അയാൾക്ക് അസാധ്യമല്ല. One good example is marine trade. I am overwhelmed by the response we have had in this country, and I assure you that I will endeavor my best to promote closer economic and cultural ties between our countries. I once again thank you for this opportunity and wish you all success. Thank you. ഞാൻ അപ്പോഴേക്കും എത്താം. മിസ് ഗായത്രി ദേവി. മാഡം ചെക്കൗട്ട് ചെയ്തു. ചെക്കൗട്ട് ചെയ്തെന്നോ? യെസ്, ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ. Yes, please. മിസ് ഗായത്രി ദേവി. She has just now checked out. എവിടേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞോ?
She has to leave urgently. Your good name, sir? I am Anantu. Oh, she has left a message for you. രണ്ടുപേർക്ക് വേണ്ടി എനിക്ക് കാത്തിരിക്കാനുള്ളൂ. അനന്തുവിന് വേണ്ടി, പിന്നെ ഏത് നിമിഷവും എന്നെ കടന്നാക്രമിക്കാവുന്ന മരണത്തിന് വേണ്ടി.